ഈ വീഡിയോയിൽ നമുക്ക് ലിവറേജ് റേഷ്യോസ് ഡിസ്കസ് ചെയ്യാം. ലിവറേജ് റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ്. The term solvency refers to the ability of a firm to pay its outside liabilities. ഒരു ഫേമിന് ആ ഫേമിൻ്റെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയെ പറയുന്നതാണ് ഈ സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഔട്ട്സൈഡ് ലയബിലിറ്റീസിൻ്റെ ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും ഉള്ള ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റി. ദെൻ solvency may be short term solvency or long term solvency. Short term solvency refers to the ability of a firm to meet short term or current obligations in time. കറക്റ്റ് ടൈമിൽ കറണ്ട് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള ഒരു ഫേമിൻ്റെ കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി എന്ന്. ദ ലോങ് ടേം സോൾവൻസി ജനറലി റെഫേഴ്സ് ടു ദ capacity or ability of a firm to repay the long-term liabilities along with the interest due on them regularly. അപ്പോൾ അതേപോലെ ലോങ് ടേം സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റീസ് ഒരു ഫേമിന് കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ്. ഇനി ലിവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് റേഷ്യോസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കൂ, സ്ട്രക്ചറൽ റേഷ്യോസ്. Structural ratios indicate the long-term solvency of a firm. These ratios measure the extent of debt financing in a firm. അപ്പോൾ ഒരു ഫേമിൻ്റെ ലോങ് ടേം സോൾവൻസി മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്ന റേഷ്യോസിനെ മൊത്തത്തിൽ പറയുന്നതാണ് സ്ട്രക്ചറൽ റേഷ്യോസ് എന്ന്. ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ റേഷ്യോസ് ആർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവൻസി റേഷ്യോ എക്സെട്ര. നമുക്ക് ഫസ്റ്റ് റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ അതിലെ കോമ്പണൻസ് നമുക്കറിയാം, ഡെപ്റ്റും ഇക്വിറ്റിയും ആയിരിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റേഷ്യോ ടു ടെസ്റ്റ് ദ സോൾവൻസി ഓഫ് എ ഫേം. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ഫിനാൻസിങ് അസറ്റ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ അസറ്റ് ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ അസറ്റ് അക്വയർ ചെയ്യുന്ന സമയത്തുള്ള ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോർഷൻ. ഓക്കെ, അസറ്റ് ഫിനാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോർഷൻ്റെ റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന്. ദിസ് റേഷ്യോ ഇസ് ഓൾസോ നോൺ ആസ് internal equity ratio. Debt equity ratio sometimes referred to as security ratio. There are two forms of debt equity ratio, that is long term debt equity ratio and total debt equity ratio. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതല്ല. ഇനി അതിൻ്റെ ഫോർമുല നോക്കൂ. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽസ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. നോക്കൂ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ കോമ്പണൻസ് ആണ് ലോങ് ടേം ഡെപ്റ്റും ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്ന് പറയുന്ന സമയത്ത് ലോങ് ടേം ഡെപ്റ്റും ഇക്വിറ്റിയും രണ്ട് കോമ്പണൻസ് ആണ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയ്ക്ക് ഉള്ളത്. അപ്പോൾ നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം ഡെപ്റ്റിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജസ് ആൻഡ് ഓൾ ലോങ് ടേം ലോൺസ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഡെപ്റ്റ്, അതായത് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇതാണ് പറയുന്നത് കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസസ് അതെല്ലാം എന്തിൽ ഉൾപ്പെടേണ്ടതാണ്? ഇക്വിറ്റിയിൽ ഉൾപ്പെടേണ്ടതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ഇക്വിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ബോറോഡ് ഫണ്ട്, അതേപോലെ എന്താ പറയുക, ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജസ്, എല്ലാ തരത്തിലുള്ള ലോങ് ടേം ലോൺസ് ഇവയെല്ലാം ലോങ് ടേം ഡെപ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കൂ. ദർ ആർ നോ ക്ലിയർ കട്ട് റൂൾസ് റിഗാർഡിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഇൻക്ലൂഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇൻ ഇക്വിറ്റി ഇഫ് ദേ ആർ ഇറഡീമബിൾ ഓർ റിഡീമബിൾ ആഫ്റ്റർ 12 years. അപ്പോൾ ഈ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി എടുക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് റൂൾസ് ഇല്ല. പക്ഷേ
അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ടു ഇൻക്ലൂഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് 12 വർഷത്തിന് ശേഷം ഇഷ്യൂ ചെയ്ത് 12 വർഷത്തിന് ശേഷം ഇർറിഡീമബിളോ അല്ലെങ്കിൽ റിഡീമബിളോ ആയിരിക്കണം. ഇഫ് ദേ ആർ ഇർറിഡീമബിൾ വിതിൻ 12 years ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ഡെപ്റ്റ്. അതായത് 12 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്യുന്നതാണെങ്കിൽ അത് ഡെപ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. 12 വർഷത്തിന് ശേഷമാണ് റിഡീം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇർറിഡീമബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇക്വിറ്റിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? 12 വർഷത്തിനുള്ളിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഡെപ്റ്റിൽ വേണം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ഉൾപ്പെടുത്താൻ. 12 വർഷത്തിന് ശേഷമാണ് റിഡീം ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഇർറിഡീമബിൾ എങ്കിൽ അത് ഡെപ്റ്റിലായിരിക്കണം ഇക്വിറ്റിയിലായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വെദർ പ്രിഫറൻസ് ഷെയർ ആർ റിഡീമബിൾ ഓർ ഇർറിഡീമബിൾ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ ഇക്വിറ്റി ആയിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ ഇത്തരത്തിലാണ് IFRS പ്രകാരം നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ എടുക്കേണ്ടത്. നോക്കൂ, ലോങ് ടേം ഡെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ഡിബഞ്ചേഴ്സ്, മോർഗേജസ് പ്ലസ് ഓൾ ലോങ് ടേം ലോൺസ്. അപ്പോൾ ഇക്വിറ്റിയുടെ കേസിൽ നോക്കൂ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2 തരത്തിലുണ്ട്, ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നമുക്ക് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. കോമ്പണൻസ് അറിയാം, ടോട്ടൽ ഡെപ്റ്റും ഉണ്ടാവും, ദെൻ ഇക്വിറ്റിയും ഉണ്ടാവും. ഇനി ഇത് വീണ്ടും എന്തൊക്കെയാണ് ഡെപ്റ്റ് എന്തൊക്കെയാണ് ഇക്വിറ്റി എന്ന് പറയേണ്ട കാര്യമില്ല, അറിയുന്ന കാര്യങ്ങളാണ്. നോക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കൂ. ദ സ്റ്റാൻഡേർഡ് ഓർ ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് ഡെപ്റ്റ് 1 ആണെങ്കിൽ ഇക്വിറ്റിയും 1 ആണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ. അതായത് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റും ക്യാപിറ്റൽ തന്നെയാണ്, ഇക്വിറ്റിയും ക്യാപിറ്റൽ തന്നെയാണ്. നമുക്കറിയാം ക്യാപിറ്റലിൻ്റെ 2 കോമ്പണൻസ്, ബോറോഡ് ക്യാപിറ്റലും ഓൺഡ് ഫണ്ടും. ഈ ഓൺഡ് ഫണ്ടാണ് ഇക്വിറ്റി, ബോറോഡ് ക്യാപിറ്റലാണ് എന്ത്? ഡെപ്റ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഈക്വൽ ആയിരിക്കണം. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ 1:1ൻ്റെ ഉദ്ദേശം. സം എക്സ്പേർട്സ് സജസ്റ്റ് 2:1 ആസ് സ്റ്റാൻഡേർഡ് റേഷ്യോ. ചിലർ എന്ത് പറയുന്നുണ്ട്? 2:1 എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് കണക്കാക്കുന്നത്. അതായത് 1 ഫോർ ഇക്വിറ്റി ആൻഡ് 2 ഫോർ ഡെപ്റ്റ്. എന്തുകൊണ്ടാണ് ഇക്വിറ്റിയേക്കാളും കൂടുതൽ ഡെപ്റ്റ് വാങ്ങണമെന്ന് പറയുന്നത് വെച്ചാൽ ഡെപ്റ്റിന് ബോറോവ്ഡ് ഫണ്ടിന് എന്തില്ല, ടാക്സ് കൺസിഡറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കൺസിഡറേഷൻ കിട്ടും, അല്ലെങ്കിൽ ടാക്സ് സമയത്തൊരു കൺസെഷൻ കിട്ടുന്ന ഐറ്റമാണ് ഇൻട്രസ്റ്റ്, ഡെപ്റ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. പക്ഷെ ഓൺഡ് ഫണ്ടാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഫണ്ടാവുകയും അത് ഇൻകം ടാക്സബിൾ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വിറ്റി ജനറലി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വന്നിട്ട് 1:1 ആണ്. പക്ഷേ സം എക്സ്പേർട്സ് ചിലർ പറയുന്നത് എന്താ വെച്ചാൽ 2:1 ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് 2:1 ഇസ് ദ നോം അക്സെപ്റ്റഡ് ബൈ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണെന്നുള്ളത് സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഫോർ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്, ഗവൺമെൻറ് എൻ്റർപ്രൈസസിനാണെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്? 1:1 ആണ്. ഇവിടെയാണ് ഇത് പറയുന്നത് കേട്ടോ, കാണിച്ചു തരാം. ഇതാ 1:1 പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനും 2:1 ഫോർ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, സിഗ്നിഫിക്കൻസ് അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. ഇതിന് മുൻപുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ, റേഷ്യോസ് എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ ഈ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, എന്തിനാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ നോക്കൂ. ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണെങ്കിൽ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് കണ്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഫണ്ട് മാത്രമല്ല, അതായത് ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റൽ മാത്രമല്ല ഉണ്ടാവുക, എന്തുകൂടി ഉണ്ടാവും? ബോറോഡ് ഫണ്ട് കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡെപ്റ്റ് കണ്ടൻറ്റ് ഹയർ ആണ് എന്നുള്ളതാണ് ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്നതെന്നാണ് ഇവിടെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്.
അതായത് നമുക്കൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നമുക്ക് എത്ര തരത്തിൽ ക്യാപിറ്റൽ വാങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാപിറ്റൽ എടുക്കാം. അതിന് പറയുന്നതാണ് എന്ത്? ഓൺഡ് ഫണ്ട്. ദെൻ ബോറോഡ് ഫണ്ട്, അടുത്തത് വാങ്ങാം നമുക്ക് ആരുടെ കയ്യിൽ നിന്നെങ്കിലും, അതിനെയാണ് ബോറോഡ് ഫണ്ട്. ഓൺഡ് ഫണ്ട് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് എന്താണ്? ബോറോഡ് ഫണ്ട്. ഓൺഡ് ഫണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കയ്യിലുള്ള പൈസ. ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ കടം വാങ്ങുന്ന പൈസ. ഓൺഡ് ഫണ്ടാണ് എന്ത്? ഇക്വിറ്റി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ തന്നെ ഉള്ള എമൗണ്ടാണ് ഓൺഡ് ഫണ്ട്. ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഹയർ ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ഈ രണ്ട് ക്യാപിറ്റലും കൂടിയുള്ള സ്ട്രക്ചറാണ് എന്ത്? ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിൻ്റെ ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവനവൻ്റെ കയ്യിലുള്ള പൈസയും പുറത്തുനിന്ന് വാങ്ങിയ പൈസയും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇതിനെ പറയുന്നതാണ് എന്ത്? ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ആ ക്യാപിറ്റലിൻ്റെ ആ കോൺട്രിബ്യൂഷൻ മൊത്തം തുകയെ പറയുന്നതാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന്. ഓക്കെ, അപ്പോൾ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് എന്ന എമൗണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് കൂടുതലാണ് എന്ന് കാണിക്കുന്നതാണ് എന്ത്? ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ദെൻ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് റിട്ടേൺ or EPS to equity shareholders so long as the cost of debt is lower than the rate of return on investment. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അങ്ങനെ കൂടുന്ന സമയത്ത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ EPS. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താ? ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിട്ടേൺ ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനാണ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന റിട്ടേണിൽ എന്തുണ്ടാവും? റിട്ടേണിൽ അതേപോലെ EPS എന്ന് വെച്ചാൽ ഏർണിംഗ് പെർ ഷെയർ ഒരു ഷെയറിന് അവർക്ക് കിട്ടുന്ന ഏർണിങ്സ് അതെല്ലാം so long as EPS to equity shareholder so long as the cost of debt is lower. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കുറയുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഡെപ്റ്റിൻ്റെ പൈസ കുറയുന്നതിനനുസരിച്ച് ഈ റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ തന്നെ EPSഉം ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണുന്നത്, അല്ലെങ്കിൽ പോസിബിലിറ്റിയാണ് ഉള്ളത്. നോർമലി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ചീപ്പർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പറാണ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് ഓൺഡ് ഫണ്ട് കണ്ടെത്തുന്നതിനേക്കാളും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഡെപ്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടിന് നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റ്. This is because the interest on debt is a deductible expenses for tax purpose. നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ ഡെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബോറോഡ് ഫണ്ടിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് പർപ്പസിന് സമയത്ത് അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡക്റ്റബിൾ ആവുന്ന എക്സ്പെൻസാണ്. അപ്പോൾ അതുകൊണ്ട് ടാക്സ് കൺസിഡറേഷൻ കിട്ടും എന്നിരിക്കെ ഈ ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഇൻ്റർപ്രിട്ടേഷൻ. ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് കൂടുതലാണെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഈ ബോറോഡ് ഫണ്ട് കൂടുതലാവുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ടാക്സ് കൺസിഡറേഷൻ കിട്ടും. അതായത് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോറോഡ് ഫണ്ടിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അത് ടാക്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്ന ഒരു എക്സ്പെൻസാണ്. അപ്പോൾ അത് നല്ലതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്, അതൊന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നോക്കൂ, ഇക്വിറ്റി ഷെയർ തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ തന്നിട്ടുണ്ട്, ജനറൽ റിസർവ്, P&L, 15% ഡിബഞ്ചർ, പ്രിലിമിനറി എക്സ്പെൻസസ്. ഇതിൽ ഫോർമുല ആദ്യം എഴുതുക. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ളതാണ്. പക്ഷേ ഫോർമുല പഠിക്കുന്ന സമയത്ത് ഇക്വിറ്റി എന്നായിരുന്നു. ഇവിടെ നോക്കൂ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു കൺഫ്യൂഷൻ വരരുത്. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്ന് പറഞ്ഞാലും ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്.
അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം, ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി നോക്കൂ. ലോങ് ടേം ഡെപ്റ്റ് ഏതൊക്കെ ഇവിടെ ഉള്ളതെന്ന് നോക്കുക. ആകെ ഇവിടെ ഉള്ളത് ഇക്വിറ്റിയും ജനറൽ റിസർവും P&L-ഉം ഡെബഞ്ചറും പ്രിലിമിനറി എക്സ്പെൻസും മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് കണ്ടെത്തണം. നമുക്കറിയാം ഡിബഞ്ചർ മാത്രമാണ് ഇവിടെ ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ളത്, 1,50,000. ദെൻ അടുത്തത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇക്വിറ്റി ഷെയർ ഉണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, പിന്നെ എന്തൊക്കെ വേണം, പിന്നെ എന്തൊക്കെയാണ് അവിടെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അപ്പോൾ റിസർവ്സ് ഏതാണുള്ളത് നോക്കൂ. ജനറൽ റിസർവ് ഉണ്ട്. സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്താ? പ്രോഫിറ്റ് ഇവിടെ ഏതാണുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് അതെടുക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെ എടുത്തു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ് ആൻഡ് P&L അക്കൗണ്ട്. നോക്കൂ, 2 lakhs, 1 lakhs, 90,000, 60,000 മൊത്തത്തിൽ ആഡ് ചെയ്യുക. അതിൽ നിന്നും പ്രിലിമിനറി എക്സ്പെൻസ് മൈനസ് ചെയ്യുക. 4,30,000 ഇപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ കിട്ടുന്നതായിരിക്കും എന്താ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണെന്ന് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. തന്നെ ഇപ്പോൾ 4,30,000 എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നോക്കൂ, 0.35:1 എന്നുള്ളതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്തായിരുന്നു? 1:1 ആണ്. അതായത് ഡെപ്റ്റ് 1 ആണെങ്കിൽ ഇക്വിറ്റി 1 ആണ് എന്നുള്ളത്. അതായത് അങ്ങനെയായിരുന്നു സ്റ്റാൻഡേർഡ് റേഷ്യോ. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വന്നിട്ടുള്ളത് 0.35:1 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. The debt equity ratio indicates that for every 1 of equity there is a debt worth ₹35 only. അതായത് ഒരു രൂപ ഇക്വിറ്റി ഉണ്ടെങ്കിൽ ആ ഇക്വിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെപ്റ്റ് അല്ലെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഡെപ്റ്റ് എന്ന് പറയുന്നത് വെറും 35 പൈസ മാത്രമാണ്. അപ്പോൾ ദെൻ ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഫാർ ബിലോ ദ സ്റ്റാൻഡേർഡിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനി നല്ല കമ്പനി അല്ല, അല്ലെങ്കിൽ സൗണ്ട് കമ്പനി അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇർറിഡീമബിളോ റിഡീമബിളോ ആവാമെന്ന്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇർറിഡീമബിൾ ആണെന്ന് അസ്യൂം ചെയ്യാൻ, ഇർറിഡീമബിൾ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതർവൈസ് റിഡീമബിൾ ആണെങ്കിലും ഇർറിഡീമബിൾ ആണെങ്കിലും എങ്ങനെയാണ് കേസ് എന്നുള്ളത് ആ ഒരു നോക്കുക, തിയറി നോക്കിയതിന് ശേഷം പഠിക്കുക കേട്ടോ. അടുത്ത റേഷ്യോ നോക്കൂ, പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, ടോട്ടൽ അസറ്റ്സും അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് അത്. അപ്പോൾ എങ്ങനെയാണ് നോക്കൂ, ടോട്ടൽ അസറ്റ് ഓഫ് എ ഫേമും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും. അതിന് വേറൊരു പേര് നോക്കൂ, ഇക്വിറ്റി റേഷ്യോ ഓർ നെറ്റ് വർത്ത് റേഷ്യോ. ഇക്വിറ്റി റേഷ്യോ ഓർ നെറ്റ് വർത്ത് റേഷ്യോ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മൾ നേരത്തെ പഠിച്ച റേഷ്യോയിലുള്ള അതേ ഫണ്ട് തന്നെ എടുക്കുക. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, P&L, ജനറൽ റിസർവ്. ദെൻ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, അസറ്റുകളെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫോർമുല നോക്കൂ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എന്നുള്ളതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇനി അത് പെർസെൻറ്റേജിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ കോമ്പണൻസ് ഓഫ് പ്രൊപ്രൈറ്ററി റേഷ്യോ. അതിൽ നോക്കിയാൽ അറിയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. നോക്കൂ, ഇൻക്ലൂഡ് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും, അതിന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ്സ്, P&L, സർപ്ലസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ വരുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ വരുന്ന കാര്യങ്ങൾ അവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, നോക്കുക. ദെൻ അടുത്തത് ടോട്ടൽ അസറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ടോട്ടൽ അസറ്റ് ഇൻക്ലൂഡ് ഓൾ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സും വരും അല്ലേ. പിന്നെ റിയലൈസബിൾ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ്, ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഫിക്സഡ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ആർ എക്സ്ക്ലൂഡഡ് ഓർ ഡിഡക്റ്റഡ് ഫ്രം റിസർവ്സ്. നോക്കൂ, അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ടോട്ടൽ അസറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ റിയലൈസബിൾ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ എന്ത് എക്സ്ക്ലൂഡ് ചെയ്യണം? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ തുടങ്ങിയവ എന്ത് ചെയ്യണം?
ടോട്ടൽ അസറ്റ് ഇൻക്ലൂഡ് ചെയ്യരുത്, അല്ലെങ്കിൽ റിസർവ്സിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നോക്കൂ, ഇഫ് റിയലൈസബിൾ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് ഗുഡ് വിൽ ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ റിയലൈസബിൾ വാല്യൂ, അതായത് വിറ്റാൽ അല്ലെങ്കിൽ റിയലൈസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്ര എമൗണ്ടാണ് തന്നിട്ടില്ലെങ്കിൽ സ്റ്റുഡൻസ് ഷുഡ് മെൻഷൻ ദെയർ അസംഷൻ വെദർ ഗിവൺ വാല്യൂ വിൽ ബി റിയലൈസ്ഡ് ഓർ റിയലൈസ്ഡ് വാല്യൂ വിൽ ബി നിൽ. മനസ്സിലായോ? എക്സാം സമയത്ത് ഗുഡ് വില്ലിൻ്റെ വാല്യൂ പ്രത്യേകിച്ച് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ തന്നിരിക്കുന്ന വാല്യൂവിനെ റിയലൈസബിൾ വാല്യൂ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ റിയലൈസബിൾ വാല്യൂവിനെ നില്ലായിട്ട് കണക്കാക്കുക. എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് പ്രൊപ്രൈറ്ററി റേഷ്യോ നോക്കൂ, 0.5:1 എന്നുള്ളതാണ്. അതായത് 50% ഓർ മോർ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഇരട്ടി ഫണ്ട് എവിടെ വേണം? ടോട്ടൽ അസറ്റിൽ വേണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ നോക്കൂ. ഹൈ റേഷ്യോ എന്ന് പറയുമ്പോൾ സേഫ്റ്റി ടു ക്രെഡിറ്റേഴ്സ്, അതായത് പ്രൊപ്രൈറ്ററി റേഷ്യോ ഹൈ ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് വലിയ സന്തോഷമായിരിക്കും, അവർക്ക് ദേ ആർ സേഫ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ലോ റേഷ്യോ ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആർ ഇൻ റിസ്ക് എന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റൻഷൻ വരുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ്, ജനറൽ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, P&L, 7% ഡിബഞ്ചർ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, കറണ്ട് അസറ്റ്സ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഫിക്സഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് എന്താ ഇക്വേഷൻ ആദ്യം നോക്കി വയ്ക്കുക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ വളരെ വൃത്തിയായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് നോക്കി തന്നെ പഠിക്കുക. ഇതിൽ വേറെ എഴുതി തരാനോ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല, കാരണം മൊത്തത്തിൽ വളരെ വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. ക്വസ്റ്റ്യനിൽ നിന്നും പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിന് വേണ്ട കാര്യങ്ങൾ എടുത്തു. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ്, ജനറൽ റിസർവ് ആൻഡ് P&L. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസാണിത്. നേരത്തെ തിയറിയിൽ പറഞ്ഞതുമാണ്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 4,20,000 ആണ്. ദെൻ ടോട്ടൽ അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് എടുക്കണം, ഫിക്സഡ് അസറ്റ്സ് എടുക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കണം. ഒരു 7 lakhs കിട്ടി. ഇനി അത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കൂ, 60% ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഐഡിയൽ റേഷ്യോ എന്തായിരുന്നു? 50% ആയിരുന്നു. 50% ആയിരുന്നു. നോക്കൂ, പ്രൊപ്പറേറ്ററി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഔട്ട് ഓഫ് എവറി ₹1 ഇൻവെസ്റ്റഡ് ഇൻ അസറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് 60 പൈസ. അതായത് ഓരോ ₹1 അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 60 പൈസയാണെന്നാണ് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ. അപ്പം അതുപോലെ തന്നെ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഇക്വേഷൻ നോക്കൂ. ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് തന്നെയാണ്. വളരെ എളുപ്പമല്ലേ? സോൾവൻസി റേഷ്യോ ഈക്വൽസ് ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ഇനി ഇതിപ്പോൾ എന്താ ടോട്ടൽ അസറ്റ് അതൊന്നും പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, നോക്കാം നമുക്ക്. കോമ്പണൻസ് അറിയാമല്ലോ, ഈ 2 ഐറ്റംസ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കുക. ടോട്ടൽ ഡെപ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ദെൻ അവിടെ പ്രോബ്ലം തന്നിട്ടുണ്ടല്ലോ, പ്രോബ്ലം ചെയ്ത് നോക്കുക. അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ്, 8% ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജസ്. ഓക്കെ, മോർട്ട്ഗേജും ഡിബഞ്ചറും ആണ് എന്ത് ലയബിലിറ്റീസിൽ വരുന്നത്. പിന്നെ കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കറണ്ട് അസറ്റ്സും അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റ്സും, ആ അസറ്റും ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് എന്തായിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഫിക്സഡ് അസറ്റ് 6 lakhs എഴുതിയിരിക്കുന്നത്. ദെൻ കറണ്ട് അസറ്റ്സ് ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ അസറ്റായിട്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ലയബിലിറ്റീസാണ്. ലയബിലിറ്റീസിൽ ചെയ്തിരിക്കുന്നത് നോക്കൂ, 1,75,000 രണ്ടിടത്തും. ദെൻ 8% ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജസ് അത് ലോണുകളാണ് കേട്ടോ, അതും ലയബിലിറ്റിയാണ്, അത് ആഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് നോക്കൂ, 9 lakh ടോട്ടൽ അസറ്റായിട്ടും 6 lakh ടോട്ടൽ ഡെപ്റ്റായിട്ടും കിട്ടി, കടമായിട്ടും അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടും കിട്ടി. അത് ചെയ്യുന്ന സമയത്ത് 1.5:1 എന്നുള്ള റേഷ്യോ ആണ് വരുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? ഫിനാൻഷ്യലി സൗണ്ട് ആണെന്നായിരിക്കണം ഇൻ്റർപ്രിട്ടേഷൻ. കാരണം നോക്കൂ, 1.5 ആണ് ടോട്ടൽ അസറ്റ്
ടോട്ടൽ ഡെപ്റ്റ് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1 ഡെപ്റ്റ്, അതായത് ബോറോഡ് ഫണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയത് 1 ഉള്ളൂ. അത് കൊടുത്തു തീർക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്? 1.5 അസറ്റ് ഉണ്ട്. ഓക്കെ, 1.5 അസറ്റ് വി ഹാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫിനാൻഷ്യലി സൗണ്ട് കമ്പനിയാണ്, നല്ല കമ്പനിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ പഠിക്കുക വൃത്തിയായിട്ട്. ഈ ഒരു എല്ലാ പ്രോബ്ലംസും എല്ലാ റേഷ്യോസും ഫോർമുല പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ടോട്ടൽ ഡെപ്റ്റ്, ടോട്ടൽ അസറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഓണേഴ്സ് ഫണ്ട്, ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ.